സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം താപനിലയും ഉയരുന്നു. നാളെ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വോട്ടെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതേസമയം വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് കുടിവെള്ളമടക്കമുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിലേറെയായുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂട് പ്രചാരണങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വിധി എഴുതുന്നതിനായുള്ള അവസാന കാത്തിരിപ്പിലാണ് കേരളം. കഴിഞ്ഞ നാളുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മേടച്ചൂട് നേരിട്ട് അനുഭവിച്ചതിനാൽ അത് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നവരെ ബാധിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് അണികൾക്ക് നേതാക്കന്മാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതോടെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. താപനില അധികമാകാനുള്ള സാധ്യത കണക്കാക്കി പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിൽ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകി. അതേസമയം തെക്കൻ ജില്ലകളിൽ പരക്കെയും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. വേനൽ മഴ അന്തരീക്ഷ ചൂട് കുറയ്ക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് ചൂട് കുറയ്ക്കല്ലേ എന്നാണ് രാഷ്ട്രീയ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രാർത്ഥന. മഴയാണെങ്കിലും വെയിലാണെങ്കിലും വോട്ട് ശതമാനത്തിൽ കുറവ് വരാതെ നോക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം ഇവരുടെയും കൂടി ആവശ്യമാണ്. ജനം, തിരുവനന്തപുരം.